ഈ ചിത്രം ഓർക്കുന്നില്ലേ? ക്രിക്കറ്റ് ആരാധകരുടെ ഓർമ്മയുടെ ഗാലറിയിൽ അന്നും ഇന്നും ഒരു നീറ്റിലായി നിൽക്കുന്ന ചിത്രം. പറഞ്ഞു വരുന്നത് 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ കീഴടക്കിയ ശേഷം ഓസീസ് താരം മിച്ചൽ മാർഷ് ട്രോഫിക്ക് മുകളിൽ കാലുയർത്തി പോസ്റ്റ് ചെയ്ത അതേ ഫോട്ടോയെക്കുറിച്ച് തന്നെ. കിരീടധാരണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും തുടക്കമിട്ട വിവാദ പിക്ചർ. 3 വർഷത്തിനിപ്പുറം T20 ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസീസ് പുറത്താകലിന്റെ വക്കിൽ നിൽക്കവേ ഈ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. അതിനൊരു കാരണവുമുണ്ട്. മിച്ചൽ മാർഷിന്റെ ഈ വേറിട്ട വിജയാഘോഷത്തിനു ശേഷം നടന്ന ഒരു ICC ടൂർണമെന്റിലും ഓസീസിനെ വിജയക്കൊടി പാറിക്കാനായിട്ടില്ല. 2024 T20 ലോകകപ്പിലും തൊട്ടടുത്ത വർഷം നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിലും തല താഴ്ത്തി മടങ്ങാനായിരുന്നു വിധി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ലോർഡ്സിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിലും കാലിടറി. വനിതാ ഏകദിന ലോകകപ്പിലും ഗതി പിടിച്ചില്ല. ഇന്ത്യയായിരുന്നു ഓസീസ് വനിതകളുടെ വിജയക്കുതിപ്പിനെ പോയ വർഷം ചെക്ക് വെച്ചത്. ഇപ്പോഴിതാ സിംബാബ്വേയോടും ശ്രീലങ്കയോടും തോറ്റ് മറ്റൊരു ICC ടൂർണമെന്റിലെ ഭാവി കൂടി തുലാസിലായിരിക്കുന്നു. പാകിസ്ഥാനെതിരായ T20 പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി നേരിട്ടാണ് ഓസ്ട്രേലിയ ലോകകപ്പിനായി പറന്നിറങ്ങിയത്. എത്ര മോശം ഫോമിലാണെങ്കിലും ലോകവേദികളിൽ പ്രൈം ഫോമിലേക്ക് ഉയരുന്ന ചരിത്രമുള്ളതിനാൽ അന്ന് അതാരും അത്ര കാര്യമാക്കിയതുമില്ല. പോയ കലണ്ടർ വർഷം ഇന്ത്യക്ക് പിന്നിൽ മികച്ച വിജയശതമാനമുള്ള ടീം എന്ന ലേബലും മിച്ചൽ മാർഷിനും സംഘത്തിനും ഉണ്ടായിരുന്നു. ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ ആധികാരിക ജയം നേടിയെങ്കിലും സിംബാബ്വേക്കെതിരെ തൊട്ടതെല്ലാം പിഴയ്ക്കുന്നതാണ് കണ്ടത്. ബാറ്റർമാരുടെ മോശം ഫോമായിരുന്നു തോൽവിയിലേക്ക് നയിച്ചതെങ്കിൽ ഇന്നലെ ശ്രീലങ്കയ്ക്കെതിരായ മത്സരം ഓസീസ് ബലഹീനതകൾ മുഴുവൻ തുറന്നു കാണിക്കുന്നതായിരുന്നു. ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും ചേർന്ന് തകർപ്പൻ തുടക്കമാണ് മുൻ ചാമ്പ്യന്മാർക്ക് നൽകിയത്. പവർ പ്ലേയിൽ 70 പിന്നിട്ട സ്കോർ 8.2 ഓവറിൽ 100ലേക്കും ഉയർന്നു. ഒരു ഘട്ടത്തിൽ ടീം ടോട്ടൽ 220 മുകളിൽ പോലും പോകുമെന്ന് തോന്നിപ്പിച്ച നിമിഷം. എന്നാൽ മാർഷും ഹെഡും മടങ്ങിയതോടെ താളം തെറ്റുന്നതാണ് കണ്ടത്. കാമറൂൺ ഗ്രീനും ടിം ഡേവിഡും മാർക്കസ് സ്റ്റോയിനിസും കൂപ്പർ കൊളോണിയും അടക്കമുള്ള വൻ തോക്കുകളെല്ലാം നനഞ്ഞ പടക്കമായി മാറി. മധ്യ ഓവറുകളിൽ ക്രീസിൽ നിലയുറപ്പിച്ച ജോഷ് ഇംഗ്ലീസിനും ഗ്ലെൻ മാക്സ്വെല്ലിനും റൺ റേറ്റ് ഉയർത്താനുമായില്ല. ശ്രീലങ്കൻ സ്പിൻ ബോളിംഗിന് മുന്നിൽ ഇരുവരും സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് പല്ലേക്കലയിൽ കണ്ടത്. ഒടുവിൽ 200-220 പ്രൊജക്ട് സ്കോർ പ്രതീക്ഷിച്ച ഓസീസിനെ 181-ൽ വരിഞ്ഞു മുറുക്കാൻ ആതിഥേയർക്കായി. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കയുടെ തുടക്കം ഒട്ടും മികച്ചതായില്ല. രണ്ടാം ഓവറിൽ കുശാൽ പെരേരയുടെ വിക്കറ്റ് നഷ്ടമായി. എന്നാൽ ഓവർ ഡിഫൻസിലേക്ക് പോകാതെ പവർ പ്ലേയിൽ അറ്റാക്ക് ചെയ്യാനായിരുന്നു ലങ്കയുടെ പ്ലാൻ. രണ്ടാം വിക്കറ്റിൽ ഒത്തുചേർന്ന പത്തും നിസാങ്ക കുശാൽ മെൻഡിസ് കൂട്ടുകെട്ട് ലങ്കൻ വിജയത്തിലേക്ക് അടിവെച്ച് മുന്നേറി. മോശം പന്തുകളെ മാത്രം നേരിട്ട ഇരുവരും ഓസീസ് ബാറ്റർമാർക്ക് മികച്ചൊരു പാഠമാണ് പകർന്നു നൽകിയത്. നഥാൻ എലിസ്, സാവിയർ ബാർട്ട്ലെറ്റ് എന്നീ പേസർമാരെ നേരിട്ട് കൗണ്ടർ അറ്റാക്ക് തുടക്കമിട്ട ഇരുവരും ഓസീസ് സ്പിന്നർമാരെയും വെറുതെ വിട്ടില്ല. സ്പെഷ്യൽ സ്പിന്നർ ആദം സാംബയും പാർട്ട് ടൈം സ്ലോ ബൗളർമാരായ ഗ്ലെൻ മാക്സ്വെല്ലും കൂപ്പർ കനോലിയുമൊന്നും ക്ലിക്കായില്ല. സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചായിട്ട് പോലും 4 ഓവറിൽ 41 റൺസാണ് ആദം സാംബ വഴങ്ങിയത്. ഒരു വിക്കറ്റ് പോലും നേടാനുമായില്ല. ശ്രീലങ്ക 4 സ്പിന്നർമാരെ ഉപയോഗിച്ച് കളി പിടിച്ചപ്പോൾ മറുതന്ത്രമൊരുക്കുന്നതിൽ ഓസീസ് ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച. പത്തും നിസാങ്ക എന്ന ശ്രീലങ്കൻ ഓപ്പണർ കത്തിപ്പടർന്നപ്പോൾ പലപ്പോഴും ഓസീസ് ബൗളർമാർ നിരായുധരായി. പ്രീമിയം പേസർമാരായ ജോഷ് ഹേസൽവുഡിന്റെയും പാറ്റ് കമ്മിൻസിന്റെയും അസാന്നിധ്യവും കളിയിലുടനീളം നിഴലിച്ചു നിന്നു. ലോങ് ഫോർമാറ്റിൽ മികച്ച ഫോമിൽ ബാറ്റ് വീശുമ്പോഴും T20യിൽ ട്രാവിസ് ഹെഡിനെ സ്ഥിരത പുലർത്താനാവാത്തത് ഓസീസിനെ വലിയ തിരിച്ചടിയായി. ശ്രീലങ്കയ്ക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും അതിനു മുമ്പ് കളിച്ച 12 മാച്ചിലും മികച്ചൊരു ഇന്നിംഗ്സ് 32-കാരനിൽ നിന്ന് ഉണ്ടായില്ല. മധ്യനിരയായിരുന്നു ഏറ്റവും ദുർബലം. ടിം ഡേവിഡ്, ജോഷ് ഇംഗ്ലീസ്, ഗ്ലെൻ മാക്സ്വെൽ, മാർക്കസ് സ്റ്റോയിനിസ് എന്നീ വൻ തോക്കുകളെല്ലാം പഴയ പ്രതിഭയുടെ നിഴൽ മാത്രമായി മാറി. അവസാന 10 ഇന്നിംഗ്സിൽ ഒരു 50 പോലും നേടാൻ ഗ്രീനിനായില്ല. ഏറെ പ്രതീക്ഷയോടെ ടീമിലെത്തിച്ച യങ് സെൻസേഷൻ കൂപ്പർ കൊണോലിയും അവസരത്തിനൊത്ത് ഉയർന്നില്ല. ഓസ്ട്രേലിയയുടെ മത്സരമെല്ലാം ഷെഡ്യൂൾ ചെയ്തത് ശ്രീലങ്കയിലെ സ്ലോ പിച്ചിലായതും പ്രതികൂലമായി. വിക്കറ്റ് ടേക്കർ സ്പിന്നറുടെ അഭാവവും പല മത്സരങ്ങളും കൈവിടുന്നതിൽ കാരണമായി. ഡെത്ത് ഓവറുകളിലടക്കം റണ്ണൊഴുക്ക് പിടിച്ചു നിർത്തുന്നതിലും ടീമിന് പാളിച്ചകൾ സംഭവിച്ചു. ശരിയായ പ്ലേയിങ് 11 തെരഞ്ഞെടുക്കുന്നതിലും പ്ലാനുകൾ വർക്കായില്ല. ബിഗ് ബാഷിലടക്കം മികച്ച ഫോമിൽ കളിച്ച സ്റ്റീവ് സ്മിത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ടായി അവസാന നിമിഷം മാത്രമാണ് സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തത്. സിംബാബ്വേക്കെതിരായ മത്സരത്തിലടക്കം ആങ്കർ റോളിൽ കളിക്കുന്ന സ്മിത്തിനെ പോലെയൊരു പ്ലെയറിന്റെ അഭാവം ടീമിനെ കാര്യമായി അലട്ടിയിരുന്നു. മിച്ചൽ മാർഷിന്റെ തെറ്റായ തീരുമാനങ്ങളും ഫീൽഡിംഗിലെ മോശം പ്രകടനവുമെല്ലാം ഓസീസിന്റെ തോൽവിക്ക് ആക്കം കൂട്ടി. ഏകദിന ലോകകപ്പിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും പേര് പതിപ്പിക്കുമ്പോഴും കുട്ടി ക്രിക്കറ്റ് പലപ്പോഴും ഓസീസിന് ബാലികേറ മലയായിരുന്നു. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും 2 തവണ T20 ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് ഉയർന്നപ്പോൾ പ്രഥമ കിരീടത്തിനായി ഒരു പതിറ്റാണ്ടിലേറെയാണ് ഓസീസ് കാത്തിരുന്നത്. ഞങ്ങളിപ്പോൾ ഒരു തകർന്ന കൂട്ടമാണ്. ലോകവേദിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല. ഡ്രസ്സിംഗ് റൂമിലും ആ വികാരം പ്രകടമാണ്. ശ്രീലങ്കയ്ക്കെതിരായ തോൽവിക്ക് ശേഷം ഓസീസ് നായകൻ മിച്ചൽ മാർഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.
അടിയേറ്റ സംഘമാണ് ഇപ്പോൾ ഓസ്ട്രേലിയ. എന്നാൽ ഇതൊരു അവസാനമല്ല. തിരിച്ചടികളിൽ നിന്ന് സ്ട്രോങ് കംബാക്ക് നടത്തിയ ചരിത്രമാണ് എപ്പോഴും അവർക്കുള്ളത്. വിമർശനങ്ങളെ ഇന്ധനമാക്കി, പിഴവുകൾ പാഠമാക്കി വിജയത്തിന്റെ പുതിയ അധ്യായം രുചിക്കാൻ ഓസ്ട്രേലിയക്കാകുമോ? കാത്തിരിക്കാം.